ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാനു അമ്മയും അതുപോലെ തന്നെ കുഞ്ഞാറ്റയും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയാണ് കേട്ടോ. ഗിരിയും മഞ്ജുവുമായി പിണങ്ങിയിരിക്കുന്നു. ഗിരിയും മഞ്ജുവിനിടയിൽ ഒരു വിള്ളൽ വന്നു എന്ന ആ ഒരു തോന്നൽ അവർക്കിടയിൽ വന്നു കേട്ടോ. അങ്ങനെ ഈ സമയം സഞ്ജയെ പോലീസ് പിടിച്ചാൽ എന്താ ഭാനുമ്മേ? കാരണം ഗിരിയും മഞ്ജുവുമായി പിണക്കത്തിലായല്ലോ, അവർ ചെറുതായി കൈകോർത്തല്ലോ, അത് തന്നെ മതി. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഗിരിയെ കൂടുതൽ അകറ്റാം, എന്നിട്ട് ശാലിനിയെ ഇവിടുത്തെ മരുമകളാക്കാം എന്ന് പറയുമ്പോൾ അവിടെ സ്വപ്നയും വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ സ്വപ്ന പറയണേ, അമ്മേ കുഞ്ഞാറ്റ പറയുന്നതിലും കാര്യമുണ്ട്. ഇത് വെച്ച് നമുക്ക് ഗിരിയേട്ടൻ്റെ മനസ്സ് ചൂട് പിടിപ്പിക്കണം. തീർച്ചയായും ഗിരിയേട്ടൻ പിന്നീട് മഞ്ജുവിൻ്റെ ഓരോ പ്രവർത്തികളും ഗിരിയേട്ടനെ പിടിക്കാതാവും. അത് തന്നെയാണ് നല്ലത് എന്ന് പറയാനിട്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭാനുമതി അമ്മ പറയണേ, എൻ്റെ മകനെ എന്നിലോട്ട് തന്നെ ഞാൻ കൊണ്ടുവരും. അത് തീർച്ചയുള്ള കാര്യമാണ്. കാരണം എൻ്റെ മകൻ അവളിലോട്ട് പോകും തോറും എൻ്റെ ഭർത്താവിനോട് ചെയ്ത, അവൻ്റെ അച്ഛനോട് ചെയ്ത ക്രൂരതകൾ അവൻ മറന്നു പോയി കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാരണം വെച്ച് ഗോപാൽജിയോടുള്ള കൂറ് ഒരിക്കലും മറക്കരുതെന്ന് വെച്ച് നമ്മൾ അവരുടെ ചോറാണ് തിന്നുന്നതെന്ന് പറഞ്ഞ് ഞാൻ തീർച്ചയായും എന്തായാലും ഞാൻ അത് വെച്ച് ഗിരിയുടെ ഉള്ളിൽ മഞ്ജുവിനോട് പകയുണ്ടാക്കുമെന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം ഇവർക്ക് 3 പേർക്കും സന്തോഷമാവാണ്. എന്തെല്ലാം പ്ലാനുകൾ താൻ ചെയ്തിട്ടോ അതൊന്നും വർക്കാവാതെ ഇതിൽ വർക്കായല്ലോ, അത് വിജയിച്ചതിൻ്റെ സന്തോഷം ഇവർക്ക് പറയാനില്ല കേട്ടോ. എന്നാൽ ഗിരിയാണെങ്കിലോ വളരെ ദേഷ്യത്തോടു കൂടി റൂമിലിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് മഞ്ജു ചെല്ലുകയാണ്. അങ്ങനെ മഞ്ജു ഗിരിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗിരി ഒന്ന് മുഖം തിരിക്കുന്നു കേട്ടോ. ഈ സമയം എനിക്കറിയാം ഗിരിയേട്ടന് എന്നോട് ദേഷ്യമുണ്ടാവുമെന്ന്. പക്ഷേ ഗിരിയേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, ഗിരിയേട്ടൻ്റെ ജോലിയുടെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ജോലിയുടെ ആത്മാർത്ഥത, ഗിരിയേട്ടൻ്റെ ജോലിയിൽ തെറ്റുണ്ടെന്ന് അറിഞ്ഞിട്ടും ഗിരിയേട്ടൻ ആ ജോലിയും അതുപോലെ തന്നെ ഗോപാൽജിയോടുള്ള ആ നന്ദി പ്രകടനമാണ് ചെയ്യുന്നത്. പക്ഷേ ഗിരിയേട്ടൻ ഒന്ന് ഓർക്കണം, ഓരോ ദിവസവും ഗോപാൽജിയുടെ മക്കളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൻ ഓരോ ദിവസവും തെറ്റിലോട്ട് വഴുതി മാറുകയാണെന്ന് ഗിരിയേട്ടൻ ഓർക്കണം എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജുവിനോട് ഗിരി പറയും, നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്തോ, അതിൽ ഞാൻ തടസ്സം നിൽക്കുന്നില്ല, നിനക്ക് നിൻ്റെ ഡ്യൂട്ടി ചെയ്യാം. അപ്പോൾ ഗിരിയേട്ടനോട് എന്നോട് വെറുപ്പില്ലേ എന്ന് പറയുമ്പോൾ ഞാനെന്തിന് നിന്നെ വെറുക്കണം, അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ആ വാക്കുകളിൽ ഒരു മൊനയുണ്ടെന്ന് മഞ്ജുവിന് മനസ്സിലാവുകയാണ്. എന്തോ അർത്ഥം വെച്ചാണ് ഗിരി അത് പറഞ്ഞിരിക്കുന്നതെന്ന്. എന്നാൽ ഈ സമയം മഹിമയാണെങ്കിലോ ഗൗരിയമ്മയോടും മുകുന്ദനോടും കാര്യങ്ങൾ പറയാണ്. ഇക്കാരണത്താൽ എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ ഗിരിയേട്ടനും അകലുമോ എന്നൊരു പേടിയുണ്ട്, ഇനി സഞ്ജയിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഗോപാൽജിയോടുള്ള കൂറ്. അപ്പോൾ മുകുന്ദൻ പറയാണ്, അത് ശരിയാണ് അമ്മേ, തീർച്ചയായും അതുണ്ടാവും. അപ്പോൾ ഗൗരിയമ്മ പറയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ മോനെ നമുക്ക് ഇടപെടണം. കാരണം മഞ്ജു പാവമാണ്, മഞ്ജു ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരുടെ ഡ്യൂട്ടിയാണ്. ഈ ഗോപാൽജി ആരാണെന്ന് ശരിക്കും അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഗോപാൽജിയുടെ യഥാർത്ഥ മുഖംമൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഗിരി അയാളെ വെറുക്കുമെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം മഹിമ ആ ശാലിനിയും സഞ്ജുവൊക്കെ എന്താ ചെയ്ത് കൂട്ടുന്നത്, എന്നിട്ടും ഗിരിയേട്ടനെ മനസ്സിലാവുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ തിരുത്താനാണെന്ന് പറയുമ്പോൾ അവിടെ ഗൗരിയമ്മ, എന്നും ഒരാളുടെ ഭാഗത്ത് മാത്രം വിജയം ഉണ്ടാവില്ല. നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഞാൻ അറിയുന്ന മാധവനും നിങ്ങളും മക്കളും ആർക്കും ഒരു തെറ്റ് ചെയ്യാത്തവരാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വിധി വന്നതിന് കാരണക്കാരൻ ആരാണെന്ന് നാളെ വെളിയിൽ വരുമെന്ന് ഇങ്ങനെ ഗൗരിയമ്മ പറയാണ് കേട്ടോ. ഇതേ സമയം മഞ്ജു ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു. മഞ്ജു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ വന്നിട്ട് മെസ്സേജ് ചോദിക്കുകയാണ്, മഞ്ജു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ ഗിരി ഇവിടെ വന്നിരുന്നു, വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് അവൻ വന്നത്. അവൻ മനഃപൂർവ്വം നമ്മൾ സഞ്ജയെ അറസ്റ്റ് ചെയ്ത പോലത്തെ സംസാരമാണ്. പക്ഷേ സഞ്ജു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവന് വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ ഗോപാൽജിയോടുള്ള കൂറ് ഭയങ്കരയാണ് എന്ന് ഫ്രാൻസിസിൻ്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് അവൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, പോലീസുകാരെ പണ്ടേ അവന് ദേഷ്യമാണല്ലോ, ഇത് വെച്ച് പോലീസുകാരോടുള്ള പക തീർക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ എസ് ഐ പറയും, നീ കാര്യമില്ലാതെ ഇവിടെ സംസാരിക്കണ്ട, നിർത്തിയേക്ക് നിൻ്റെ സംസാരം എന്ന് പറഞ്ഞിട്ട് എസ് ഐ ചീത്ത പറയണം കേട്ടോ. അപ്പോഴാണ് മഞ്ജുവിൻ്റെയും അതുപോലെ തന്നെ ഈ എസ് ഐയുടെയും ഫ്രാൻസിസിൻ്റെയും മുന്നിലോട്ട് ഗിരിയുടെ ആ വരവ്, ദേഷ്യത്തോടു കൂടിയുള്ള ഗിരിയുടെ ആ വരവ് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാ അതിലാവാണ്. കാരണം മഞ്ജു ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു വഴക്ക് നടക്കുമോ എന്നൊരു പേടി എല്ലാവർക്കിടയിൽ വരികയാണ്. അപ്പോൾ ഈ സമയം എന്താ ഗിരി, എന്തിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? സഞ്ജയ്
സഞ്ജയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, അത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അത് വെച്ച് ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്ന ഗിരി ഒരിക്കലും ശരിയല്ല എന്ന് പറയണേട്ടാ. അപ്പോൾ ഈ സമയം സഞ്ജയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും, സഞ്ജയ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഗിരി ഗോപാൽജിയുടെ വണ്ടിയിൽ നിന്ന് അത് കിട്ടിയത്? ആ ഡ്രൈവറും പറഞ്ഞല്ലോ സഞ്ജയ് പറഞ്ഞിട്ടാണ് ഇത് വെച്ചത്, പിന്നെ എങ്ങനെ ഗിരി അവനെ വെറുതെ വിടാൻ കഴിയുമെന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങൾ വെറുതെ വിടേണ്ട, ഞാനൊരു കാര്യം ചെയ്തേക്കാം. നിങ്ങൾ വെറുതെ വിടുന്നതിനേക്കാൾ നല്ലത് അവൻ തെറ്റുകാരനല്ല, ഞാനാണ് ആ മയക്കുമരുന്ന് വെച്ചത് എന്ന് ഞാൻ അങ്ങ് ഏറ്റെടുത്താൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടെ SI ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ ഫ്രാൻസിസിന് പറയാൻ വാക്കുകളില്ല. ഇങ്ങനെ തന്നെ വേണം എന്നുള്ള ആ ഒരു ഇത് ഇങ്ങനെ ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ വരികയാണ്. കാരണം ഗോപാൽജി ഒരു വളർത്തുനായെ പോലെ ഗിരിയെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഉള്ളുകളികൾ ഇനി പുറത്ത് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഈ ഗോപാൽജി ആരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഗിരി അറിയുമ്പോൾ ഗോപാൽജിയെയും സഞ്ജുവിനെയും ശാലിനിയെയും ഒക്കെ അടിച്ച് പുറത്താക്കുന്ന ആ കിടിലൻ രംഗമുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജു ഇത് കേൾക്കുമ്പോൾ എന്താ ഗിരിയേട്ടാ, ഇതിൽ നീ ഇടപെടേണ്ട, ഇത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിൽ നീ ഇടപെടേണ്ട, തെറ്റ് ചെയ്തത് ഞാനാണ്, സഞ്ജുവിനെ വെറുതെ വിട്ടേക്ക്, നിങ്ങൾ സഞ്ജുവിനെ അറസ്റ്റ് ചെയ്യേണ്ട, എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്ക് എന്നവിടെ പറയുമ്പോൾ അവിടെ ഈ SIക്ക് യാതൊരു മറുപടിയില്ല കേട്ടോ. SI എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ മഞ്ജുവിനെ വിളിച്ചു കൊണ്ടുപോവാണ്. മഞ്ജു അവൻ തന്നെ തെറ്റേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല, അവനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, എന്താ വേണ്ടതെന്ന് നീ അവനുമായി ഒന്ന് സംസാരിക്ക്, എന്നിട്ട് മതി കാര്യങ്ങൾ തീരുമാനിക്കൽ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പം മഞ്ജു ആകെ പകച്ചു പോവാണ്. മഞ്ജു പിന്നീട് ഗിരിയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഈ സമയം ഗിരി മഞ്ജുവിനെ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ടില്ല, മഞ്ജുവിനെ അങ്ങനെ ദേഷ്യപ്പെടാനും വഴക്ക് പറയാനും ഗിരിക്ക് കഴിയില്ല കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ജു ഗിരിയേട്ടാ എന്നോടുള്ള വാശി തീർക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി, എന്നാൽ ഗിരിയേട്ടൻ ഈ ഒരു ഇതിൽ അറസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ സഞ്ജയ് ഇവിടെ തെറ്റുകാരനല്ല, ഗിരിയേട്ടനാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗിരിയേട്ടൻ ഇതിൽ പ്രതിയാവുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എൻ്റെ ഈ ജോലി എന്നേക്കുമായി ഇനി ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അമ്മയും സ്വപ്നയും എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ അച്ഛനെ എൻ്റെ അച്ഛനാണ് വേദനിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് മരണകാരണക്കാരനായത് എന്ന് ഇനി നാളെ മകനും അത് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഗിരിയേട്ടനോട് പറയുന്ന, ഈ കേസ് ഗിരിയേട്ടൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ജോലി ഞാൻ രാജിവെക്കുകയും പിന്നീട് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഗിരിയേട്ടന് വേണ്ടി ഞാൻ മരിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ ഗിരി ആകെ ആശയക്കുഴപ്പത്തിലാവണിട്ട്. താൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലാവുമ്പോൾ ഫ്രാൻസിസ് സഞ്ജയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാണ്. സഞ്ജയ്, ഇനി നിനക്ക് പേടിക്കാനില്ല, ഗിരി നിൻ്റെ കേസ് ഏറ്റെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നുള്ള ആ വാക്കുകളൊക്കെ പറയാനിട്ട. അപ്പോൾ ഇത് കേൾക്കുന്ന സഞ്ജയ്, ഇത് തന്നെയാണ് എനിക്ക് ആവശ്യം, ഗിരിയെ ആദ്യം ആട്ടിപ്പുറത്താക്കിയാലാണ് തൻ്റെ അച്ഛനിൽ നിന്ന് തനിക്ക് ഇനി നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ, ഗിരി ഉള്ളിടത്തോളം തൻ്റെ പ്ലാനുകളൊന്നും വർക്കാവില്ല എന്നിങ്ങനെ ഗിരിക്ക് സഞ്ജയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ ഇനി ഗിരിയെ കൊടുക്കാൻ നോക്കുമ്പോൾ മഞ്ജു തന്നെ അതിന് തടസ്സമായി നിൽക്കും. മഞ്ജു തന്നെ തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കൂട്ടോ.